ബ്രഹ്മാവിനെ വധിച്ചു എന്ന മഹാ അപരാധം അല്ലെങ്കിൽ പാപം പരമശിവന്റെ ശരീരത്തിൽ ആവേശിക്കുന്നു. അതിനെ നമ്മൾ ബ്രഹ്മഹത്യാ പാപം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ മേലാസകലം എന്തെന്നില്ലാത്ത അഗ്നി പൊള്ളുന്നത് പോലെ തോന്നുകയും ആകെ ബ്രഹ്മഹത്യ ആവേശിതനായ ഈ പരമേശ്വരൻ ദേവദേവാദികളോടൊക്കെ അപേക്ഷിച്ചു ഇതിൽ നിന്ന് മോചനം എനിക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന്. ഒടുവിൽ മഹാവിഷ്ണു തന്നെ പറഞ്ഞു, ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നീ വാരണ എന്നും അസി എന്നും പേരുള്ള 2 നദി പുറപ്പെടുന്ന ഇടമുണ്ട്, വാരണാസി. അവിടെ വെച്ചിട്ട് അവിടെ കുളിച്ചു തൊഴുതിട്ട് നീ ബ്രഹ്മകപാലം, നീ മുറിച്ചിട്ട് ഈ ബ്രഹ്മാവിൻ്റെ ശിരസ്സുണ്ടല്ലോ അത് ഭിക്ഷാപാത്രമാക്കിയിട്ട് മുടിജടയാക്കി പിരിച്ച് നീ എല്ലാ ഗൃഹങ്ങൾ തോറും ഭിക്ഷാടനം നടത്തണം എന്നൊരു ശാപം കൊടുത്തു. അതാണ് പാപമോചനത്തിനുള്ള മാർഗമെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ദേവലോകത്ത് എല്ലായിടത്തും ഭിക്ഷാപാത്രവുമായി ചെന്ന് ആരും കൊടുത്തില്ല. ഈ രൂപം കണ്ട് ഭയന്നു പോയത്രേ. ഒടുവിൽ ദുഃഖിതനായി വരുന്ന തൻ്റെ ഭർത്താവിനെ പാർവതി വിളിക്കുന്നു. ഭർത്താവിൻ്റെ ഈ സങ്കടം കാണുമ്പോൾ ഭാര്യയ്ക്ക് സഹിക്കില്ലല്ലോ. അങ്ങനെ ആദ്യത്തെ ഈ ദാനം ഭിക്ഷ കൊടുക്കുന്നത് പാർവതിയാണ്. അതുകൊണ്ടാണോ നമ്മുടെ വീടുകളിൽ നിന്ന് അതിൻ്റെ എന്ത് ലക്ഷണമാണ് കാണാനുള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഭിക്ഷക്ക് വീട്ടിൽ ചെന്നാൽ ഇപ്പോൾ സ്ത്രീകളാണ് ആദ്യം ഭിക്ഷ തരിക. ആ സ്ത്രീകൾ മാത്രമേ തണ്ടുല തരുക. അത് 3 പ്രാവശ്യം നമ്മൾ വന്ന ഉടനെ ഒന്ന് തിരിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് 1 പ്രാവശ്യം വാരിയിടും. രണ്ടാമത് ആദ്യം ഒന്ന് തിരിഞ്ഞ് ആകുമ്പോൾ രണ്ടാമത്, അങ്ങനെ 3 പ്രാവശ്യം നമുക്ക് ഭിക്ഷ തരും സ്ത്രീകൾ. അത് ഇപ്പോ പിന്നെ അത് അറിയാത്തവരുണ്ട്, ചില സമയത്ത് ഇപ്പൊ പുരുഷന്മാരും തരുന്നവരുണ്ട്. അതൊന്നും ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ പിന്നിലുള്ള കഥ. അതുപോലെ തന്നെ ഈ ബ്രഹ്മകപാലവും കയ്യിലേന്തിയുള്ള ഈ ഭിക്ഷാടനം നിങ്ങൾ നേരത്തെ പറഞ്ഞു, ശിവം ഭൂത്വ ശിവം യജത്, ശിവനായിക്കൊണ്ട് ശിവനെ ഭജിക്കുന്ന ആ ചടങ്ങാണ്. അപ്പൊ ഇത് ഭൈരവ പൂജ എന്നാണല്ലോ ഇതിന് പറയുന്നത്. ഇപ്പൊ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. മറ്റ് ജാതി സമൂഹങ്ങൾക്കൊക്കെ ഇല്ലപ്പേരാണ്. ഇപ്പോൾ പുലയർക്ക് 10 ഇല്ലമാണ്, പൊതുവാൾമാർക്ക് 10 ഇല്ലമാണ്, ഈഴവർക്ക് അഥവാ തീയർക്ക് 8 ഇല്ലമാണ്, അതുപോലെ വാണിയർക്ക് 9 ഇല്ലമാണ്. പക്ഷെ ഇതുപോലെയല്ല യോഗി സമുദായത്തിന്റെ ഇല്ല സങ്കല്പം. അവര് മഠം എന്നാ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു പുരോഹിത സമൂഹം എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. ഞാൻ ഇതിൽ കണ്ടത് ബ്രാഹ്മണോ യോഗിനശ്ചൈവ കുലാലോ ദേവഗായക. ബ്രാഹ്മണൻ, യോഗി, കുലാലൻ, പിന്നെ ദേവഗായകൻ. ഇപ്പോൾ ഡാരന്മാർ എന്നാ പറഞ്ഞത്. ഈ പുള്ളുവ സമുദായം എന്ന് പറയുന്നുണ്ട്. ഇവരെ ഈ കൂട്ടത്തിൽ ഇത് പെടുത്തിയെന്ന് തോന്നുന്നു. ഈ പുള്ളു നമ്മൾ ഈ നാഗപ്പാട്ടൊക്കെ പാടുന്ന ഒരു സമുദായമുണ്ട്, പുള്ളുവ പാട്ട്. അവരെയാന്ന് പറയാം. പിന്നെ കണിശന്മാരും പുരോഹിതരാണ്. ആ പഴയകാല കേരളത്തിലെ പുരോഹിത വിഭാഗത്തിൽ ഒരാളാണ്. ഒരു വിഭാഗത്തിൽ ഇപ്പോ പഴയ കാലങ്ങളിൽ ഇപ്പൊ ഈ നമ്മള് ഈ പ്രതിമാരാധനയാലോ അപ്പൊ ആ സമയത്ത് ഈ മണ്ണിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക കുലാരന്മാരാണ്. അങ്ങനെ ഓരോ വിഷയമുണ്ട്. ഇപ്പൊ ഈ ഇത് സംബന്ധമായിട്ടുള്ള നാഗപ്പാട്ട്, കളം വരച്ച് പാടുന്നത് ഈ കണിശ ഉള്ളുക, അങ്ങനെ പുരോഹിത ഇതായിട്ട് ഓരോ വിഷയത്തിനെ അനുസരിച്ചിട്ട് അങ്ങനെ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടിട്ട് പറയുന്നത് നമ്മളങ്ങനെ ഇതായിട്ട് പറയുന്നതല്ല. ഇപ്പൊ ബ്രാഹ്മണോ യോഗിനശ്ചൈവ. അപ്പൊ ഇവിടെ ചെയ്യുന്ന സമ്പ്രദായത്തിന് തന്നെ വ്യത്യസ്തതയുണ്ടല്ലോ. ഇപ്പൊ പിന്നെ വൈഷ്ണവ ബ്രാഹ്മണന്മാര്, ശൈവ ബ്രാഹ്മണന്മാര്, ശാക്തേയ ബ്രാഹ്മണന്മാർ, ഇങ്ങനെ 3 ബ്രാഹ്മണന്മാരുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ഇന്ന് പറയുന്നത് ഒറ്റ ബ്രാഹ്മണന്മാരെ പറയൂ. ഈ ശാക്തേയ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പ്രാരന്മാര്, പിന്നെ ഈ ശക്തിയെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നവരൊക്കെ ശാക്തേയ ബ്രാഹ്മണന്മാർ. അപ്പൊ മന്നംപുറത്തുകാവ്, മാടായിക്കാവ് തുടങ്ങിയ മാമാനത്തൊക്കെ തന്നെ ഈ അത് ഭട്ടാരകന്മാരാണ് അവരുടെ പഴയകാലത്തെ പേര് പറയുന്നത്.
അത് ലോപിച്ചിട്ട് പിടാരന്മാരായെന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചെടുക്കാൻ പച്ചമലയാളത്തിൽ അങ്ങനെ പറയാം. ശരിയാണ്. നമ്മുടെ തെയ്യ പ്രപഞ്ചത്തില് കതുവനൂർ വീരന്റെ കൂടെ ഒരു കുരുക്കളുണ്ട്. നമ്മളെ കുരുക്കത്തെയ്യം എന്നാണ് നാട്ടുകാർക്ക് ഇങ്ങനെ പറയാം. യഥാർത്ഥത്തിൽ അത് യോഗീ ഗുരുക്കൾ തെയ്യാണല്ലോ. അതെ അതെ, കുടാളി കുഞ്ഞിരാമൻ ഗുരുക്കൾ തെയ്യപ്പരമായിട്ട് ഇങ്ങനെ ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നില്ല, മറ്റു സമുദായക്കാർ ആരാധിക്കും. നമ്മളിപ്പോൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നില്ല. ഇല്ലല്ലോ. തോറ്റമട്ടുകൾക്ക് കൂടാളി നാട്ടിലെ കുഞ്ഞിരാമൻ അദ്ദേഹം ഒരുപാട് മഹാസിദ്ധനായിരുന്നു. ചെറുക്കൽ കോവിലകത്തെ തമ്പുരാന്റെ ആദിയും പിരാന്തും മാറ്റിയിട്ട് തിരിച്ചു പോകുമ്പോ സവർണരാൽ വധിക്കപ്പെട്ടു എന്നാണ് അതിന്റെ സൂചന. അപ്പോ ഈ കുരുക്കൾ തെയ്യ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഈ പഴയകാല കേരളത്തില് യോഗി സമുദായം ഒരു ഉന്നതമായ പദവിയിൽ വിരാജിച്ചിരുന്നവരായിരുന്നു. അവര് കൃഷ്ണനുണ്ണിയുടെ പുസ്തകത്തിൽ കാണാം, യോഗി സമുദായക്കാര് അധ്യാപക സമൂഹമായിരുന്നു എന്ന് പറഞ്ഞാൽ ഗുരുക്കളായിരുന്നു തന്നെ എന്റെ അർത്ഥം. പിന്നെ പഴയ ഗുണ്ടറിന്റെ നിഘണ്ടുവിൽ കാണുന്നത് ഇവര് ആ കാലത്ത് അയിത്തം കൊടികുത്തിവാണ കാലത്ത് ഇവർ അയിത്തമില്ലാത്ത സമൂഹമാകുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. ഒപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഇവര് പൂജാരിമാരാണ്, പുരോഹിതരാണ്, ഒപ്പം തന്നെ ഇവർ ഉപനയന കർമ്മങ്ങൾ വരെ നടത്താറുണ്ടെന്ന്. അങ്ങനെ ഏതെങ്കിലും ഓർമ്മയെന്ന് പറയാൻ പറ്റുമോ? ഉപനയനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്മളെ വിശ്വകർമ്മജന്മാര് ആചാര്യമാര് അവർക്കൊക്കെ ഉപനയനം ചെയ്യുക നമ്മളാ. ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് 2-3 പേർക്ക് ചെയ്തിട്ടുണ്ട് ഈ മണിയറ ഭാഗത്തൊക്കെ. ആശാരി സമൂഹത്തില് അവരെ ശരിയായ പൂണൂല് നമ്മളാണ് ധരിപ്പിക്കുക. പൂണൂല് എത്ര ഇഴയാണത്? 3 ഇഴ. എന്നിട്ട് ഈ പൂണൂല് ധരിപ്പിക്കുന്ന ചടങ്ങ്, ഈ ഉപനയന ചടങ്ങിന് എന്താണ്? പഴയ കാലത്ത് 3 ദിവസമൊക്കെ ചെയ്യാറുണ്ട്. ഇന്നിപ്പോ ആർക്കും ഇത് ഉപയോഗിക്കണ്ടല്ലോ. അവർ ചില ചടങ്ങിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചില കല്യാണത്തിനോ അല്ലെങ്കിൽ ക്ഷേത്ര പ്രവേശത്തിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. മറ്റേ പഴയ കാലത്ത് ആ പൂർണ്ണമായിട്ടുള്ളത് ഇപ്പൊ ഇന്ന് ചെയ്യുന്നില്ല. അപ്പൊ അതുകൂടാതെ അവര് തന്നെ പിന്നെ പൂജാരിമാരായ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവരാകുന്ന സമ്പ്രദായമുണ്ട്. പക്ഷെ അത് ചിലവരാകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അത് വെക്കുകയും ചെയ്യും. അത് ഈ നമ്മുടെ സമൂഹത്തിന് മദ്യം മാംസം ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാവും എനിക്കറിയില്ല. അത് പിന്നീട് നമ്മൾ കഴിച്ചു വെക്കുന്നതാണ്. വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭട്ടാരകന്മാർ ശാക്തേയ വിഷയത്തിൽ പൂജാരിമാരാണ്. അപ്പോൾ അവരൊക്കെ പൂണൂലിട്ടുകൊണ്ട് തന്നെയാണ് മദ്യവും മാംസവും വെച്ച് പൂജ ചെയ്യുന്നത്. അപ്പോൾ മദ്യം മാംസവും വെച്ച് അത് ഉപയോഗിക്കണം എന്നുള്ളത് ഒരു നിയമമാണ്. ആ സമയത്ത് ഇത് കഴിച്ചുവിടാനുള്ള കാരണമില്ലാന്ന് ചില ആൾക്കാർ ഈ പൂണൂല് പക്ഷെ വേറൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇതിവിടെ തൃപ്തിയർത്ഥം പിതൃദേവാനാം ബ്രഹ്മോദ്യാന സ്ഥിരായത സേവയതേ മധുമാംസാനി തൃഷ്ണയ ഏതസ പാതകി എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ ഇത് കഴിക്കാം. അപ്പൊ അത് തെറ്റൊന്നുമല്ല. പൂണിട്ടവർക്കും ശാക്തേയ വിഷയത്തിലാകുന്നു. ചക്രിയുടെ വിഷയം തന്നെ ഗുരുവില്ല ബലിപ്രിയ മാതാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്തിൽ പിന്നെ ഇതൊരു നിഷിദ്ധമായിട്ട് കരുതേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആ വിഷയത്തിൽ ദൈവികമായ വിഷയത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ ശങ്കരാചാര്യം പറയുന്നത് കൽപ്പിത മദ്യ ധിയാമൃത കൽപ്പം എന്നാ പറഞ്ഞില്ലേ, മദ്യമാണ് അമൃത. അപ്പൊ പിന്നെ അത് അമൃതാണ്. പക്ഷെ അത് ആ വിഷയത്തിൽ വരുമ്പോൾ മാത്രമേ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് പിന്നെ സ്ഥിരം ഇതൊക്കെ ഉപയോഗിക്കണം എന്ന് വരുന്ന സമയത്താണ് ഇത് കഴിച്ചു വെക്കേണ്ട ഒരു വിഷയം വരുന്നത്. അല്ല, വർത്തമാന കാലത്തുള്ള ഒരു പ്രശ്നം ഈ ഇവരൊക്കെ പഴയകാല കേരളത്തിലെ പുരോഹിത വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തല്ലോ. അതെ. പക്ഷെ ഇന്നിപ്പോ നമ്മൾ കാണുന്നത് പുരോഹിതൻ എന്ന് പറയുമ്പോൾ ക്ഷേത്രകർമ്മമായാലും മറ്റെല്ലാ കർമ്മങ്ങൾക്കൊക്കെ തന്നെ പുരോഹിതരായിട്ട് ബ്രാഹ്മണരെയാണ് എല്ലാവരും കാണുന്നത്. അത് ഞാൻ കേട്ടത് ഈ നമ്മുടെ വടക്കൻ കേരളത്തിലെ എല്ലാ തീയക്കാവുകളിലും യോഗിമാരായിരുന്നു ഗണപതി ഹോമം തുടങ്ങിയ എല്ലാ പൂജാകർമ്മങ്ങളും ചെയ്തിരുന്നത് അല്ലേ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ മുക്കുവർക്കും ഈഴവർക്കും നിങ്ങൾ മാത്രമായിരുന്നു പുരോഹിതന്മാർ. അതിന് എങ്ങനെ ഇങ്ങനെ ഒരു മാറ്റം വന്നത്? അത് ഇപ്പൊ മാഷ് പറഞ്ഞു, ഇപ്പൊ ബ്രാഹ്മണന്മാരാണ് എന്ന് പറയും. അതെ. അപ്പൊ ബ്രാഹ്മണന്മാര് എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടാവും. ഒരു ജാതി പേരില്ലല്ലോ. ഇല്ല, നമ്മള് നമ്പൂതിരിമാരെയും ആൾക്കാരെയാണല്ലോ പൊതുവെ പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 3 ബ്രാഹ്മണന്മാരുണ്ട്. അപ്പൊ ആ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും ഇതാവാം. പക്ഷെ എന്തോ പിന്നെ ഒരു കാലഘട്ടത്തില് പിന്നെ സാധാരണ തീണ്ടിക്കൂട അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായത്. അന്നിപ്പോ ഇപ്പൊ നിങ്ങൾ പറയുന്ന സമുദായങ്ങളുടെ വീട്ടിലൊന്നും ഇവര് പോകില്ല. അപ്പൊ കർമ്മങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരെന്നാണ്. ഇന്നിപ്പോ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരേക്ക് ഇത് ഉത്തമമാണെന്നുള്ള ധാരണയിൽ അവർ വിളിച്ച് ചെയ്യുന്ന. പക്ഷെ ഇതിന്റെ വിഷയം, ആന്തരികമായ വിഷയം അവർക്കറിയില്ല. ഏതാണ് പൂജിക്കുന്നത് എന്നറിയില്ല. വൈഷ്ണവം വന്നാൽ വൈഷ്ണവമായിട്ട് പൂജിക്കാൻ പറ്റും. ശാക്തേയനായിട്ട് ശാക്തേയ വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ആ വൈരുദ്ധ്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം എന്നാൽ പൊട്ടൻ അല്ലെ മുണ്ടോസാവണ്ടി മുത്തപ്പൻ ഈ ഇത്തരം പിന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഈ വൈഷ്ണവ ബ്രാഹ്മണന്മാരാണ് ചെയ്യുന്നത്.
അപ്പൊ അവിടെ അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നൊരു അഭിപ്രായം ഒക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ മദ്യവും മാംസവും വെക്കേണ്ടത്. ഇപ്പൊ ഒരു മുത്തപ്പന സങ്കല്പം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആചാര്യ വചനഗ്രാഹ്യം ക്ഷേത്രാചാരാദി വൃത്തിഷു അങ്ങനെയാണ് ഒരാള്. അപ്പൊ നമ്മൾക്ക് ഇവിടെ കള്ളും വഴക്കും വെക്കണമെന്ന് പറയാൻ പറ്റൂലല്ലോ. പിന്നെ എന്തുകൊണ്ടത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഇന്നിപ്പോ ആകെ കൂടി വടക്കൻ കേരളത്തില് പിന്നെ ഈ ഒരു കലാരൂപം അവതരിപ്പിക്കാനും അതേപോലെ ഈ ഒരു പിന്നെ നിങ്ങളുടെ പാണ്ഡിത്യപരമായിട്ടുള്ള ഈ പൈതൃകം പിന്തുണ നിങ്ങളെ ഉള്ളു. നിങ്ങൾക്ക് ശേഷം ശിഷ്യഗണങ്ങളുണ്ടോ? ഉണ്ട്. ഇപ്പൊ 3 ആൾക്കാർ എന്റെ കൂടെ വരുന്നുണ്ട്. അവർ ഏകദേശം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ താന്ത്രിക വിഷയങ്ങൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത് പൂർവികന്മാരിൽ നിന്ന് കിട്ടിയതൊക്കെ അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിലനിൽക്കില്ലല്ലോ. അതെ. അപ്പൊ നിങ്ങൾ ഈ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. കാരണം ഈ തലമുറയില് ഇനി ആൾക്കാരുണ്ടാവും എന്നുള്ള വിശ്വാസമാണ്. കാരണം എന്ന് പറഞ്ഞാല് പക്ഷെ അതിൽ വേറൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ പഴയ കാലത്തായിരുന്നുവെങ്കിൽ ഇപ്പൊ മാസം നേരത്തെ പറഞ്ഞു ഈരാവ മുക്കുവ ഇവരുടെയൊക്കെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരായിരുന്നു യോഗിമാര്. അന്ന് ജീവിക്കാൻ വേറെ വഴി കാണേണ്ട ആവശ്യമില്ല. കാരണം ഇത്തരം ഉപജീവനത്തിന് ഈ ഒരു വിഷയമുണ്ട്. ഇന്നിപ്പോ മറ്റുള്ളവരൊക്കെ ഞങ്ങളുടെ ഈ പാരമ്പര്യത്തിലേക്ക് കടന്നു കയറുമ്പോൾ ജീവിക്കാൻ വഴിയില്ലാതിരിക്കും. ആ സമയത്ത് മറ്റു തൊഴിൽ അന്വേഷിച്ച് പോകുന്ന ഗതികേട് നമ്മുടെ സമൂഹത്തിനുണ്ട്. അത് നമുക്ക് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഈ അഷ്ടഭൈരവ സങ്കല്പത്തിൽ ചെറുതണ്ടാന്റെയും തണ്ടാന്റെയും ഒക്കെ കഥ മാസം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വളരെ കൗതുകകരമായ ഒരു കഥയാണ്. അതെ. അപ്പൊ ചെറുത്തണ്ടയാനും ചെറുത്തണ്ടയാത്തിയും അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അവർ നേരാത്ത നേർച്ചകളില്ല, തൊഴാത്ത ക്ഷേത്രങ്ങളില്ല. ഒടുവിലാണ് പരമേശ്വര പ്രീതി കൊണ്ട് അവർ കുഞ്ഞിനെ കിട്ടുന്നത്. അച്ഛന് മാത്രമേ ആ രഹസ്യം അറിയൂ. എന്റെ മകൻ അധികം ആയുസില്ല. അത് ശിവൻ അപ്പോൾ തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അത്ര എന്തായിരുന്നു ആവശ്യം? ഈ കുട്ടിയെ പിന്നെ അരച്ചു മുറിച്ച് യോഗിമാർക്ക് ഭക്ഷണത്തിന് കറിയായിട്ട് വിളമ്പണമെന്ന എന്തൊരു കഥയാണ്. അമ്മയൊട്ട് അറിയുമായിരുന്നില്ല. അങ്ങനെ കുഞ്ഞിനെ താഴത്തും തലയിലും വെക്കാതെ അവന്റെ പൂന്തുളയിൽ താരാട്ട് പാടി ഇറക്കി പട്ടുമെത്തയിൽ തന്നെ കിടത്തി അമ്മ അരികിൽ തന്നെ കിടക്കും. അവൻ 16 വയസ്സ് തികഞ്ഞപ്പോ സുന്ദരനായ കുട്ടൻ. ഇതുപോലെ സന്തോഷമില്ല അമ്മയ്ക്ക്. പക്ഷേ 16-ാം വയസ്സ് തികയുന്ന അന്നാണ് ആ സംഭവം നടക്കുന്നത്. തൻ്റെ മടിയിൽ തലചായ്ച്ച് കിടക്കുന്ന മകന് അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തി തുണ്ടം തുണ്ടമാക്കി യോഗിമാരെ വിളിച്ചു. അഷ്ടയോഗിമാരെയും വിളിച്ചിട്ട് സദ്യ വിളമ്പി. നല്ല കറി, ഇറച്ചിക്കറി തന്നെ, കുട്ടീൻ്റെ ഇറച്ചി മാംസം. അങ്ങനെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മ ഓടി വന്ന് നിലവിളിച്ചു അത്രേ, എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കഴിച്ച യോഗിമാരുടെ, ഈ ഭക്ഷണം കഴിച്ച യോഗിമാരുടെ വയറ്റിൽ നിന്നൊക്കെ തന്നെ കുഞ്ഞിന്റെ അനക്കം കിട്ടും അത്രേ. അങ്ങനെ ആണ് അഷ്ടഭൈരവന്മാർ, 8 ഭൈരവന്മാരുണ്ടായത്. ഏതൊക്കെ 8? അത് ശരിക്കും തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന അസിതാങ്കൻ, രുരു, ചണ്ടൻ, ക്രോധൻ, ഉന്മത്തൻ, കപാലൻ, ഭീഷണൻ, സംഹാരൻ എന്ന് പറഞ്ഞിട്ട് 8 ഭൈരവന്മാർക്ക് തന്ത്രശാസ്ത്രത്തിലൊക്കെ തന്ത്ര ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട്. അത് അല്ല ഓരോരു പിന്നെ കഥ പറയുന്ന സമയത്ത് വിശ്വസിക്കാനില്ലല്ലോ. അതെ. അല്ല, എല്ലാത്തിനും ഒരു പിന്നിലൊരു ഉണ്ടാവും. അല്ലാതെ നമുക്ക് വിശ്വസനീയമായി തോന്നുകയില്ല. രാവണന് 10 തലയുണ്ട് എന്ന് പറഞ്ഞാല് അദ്ദേഹം ഈ 10 തലയുമായി നടന്നതല്ല. 10 തലയുടേതായ ഒരു ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നായിരിക്കണം. അപ്പൊ 1000 കൈയുള്ള കാർത്തവീര്യാർജുൻ എന്ന് പറയുമ്പോ ഈ കൈയുടെ ബലത്തെ ഉദ്ദേശിച്ചായിരിക്കണം പറഞ്ഞത്. അപ്പൊ ഓരോന്നിന്റെ പറയിലും ഓരോ കഥയുണ്ടായിരിക്കും. അല്ലെ, പക്ഷെ ഇവന് 5 മുഖമുണ്ടെന്ന് പറയുന്നത്. അതെ, പഞ്ചമുഖൻ എന്ന് പറയുന്നത്. അതല്ല പിന്നെ ദൈവസങ്കല്പങ്ങൾ അങ്ങനെ കാണും. പക്ഷെ ശിവനെ നമ്മൾ പൊതുവെ അങ്ങനെ കാണുന്നില്ല. 5 മുഖത്തിൽ നിന്ന് 5 ആമനായകൾ ഇറങ്ങി ഉണ്ടായി എന്നെല്ലാം പറയും, തന്ത്രശാസ്ത്രം പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ ചോദിക്കട്ടെ, ഈ കേളിപാത്രം എന്ന ഈ കലാരൂപത്തെ, അനുഷ്ഠാന കലാരൂപത്തെ യോഗിമാരെ കൂടാതെ ഒരു വിഭാഗം കൂടി കെട്ടാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് ഈ ശാലിയ സമുദായം ഈ പൂര സമയത്ത് ഒരു ദിവസം കെട്ടാറുണ്ട്. അതൊരു പിന്നെ ഹാസ്യ കഥാപാത്രമായിട്ടാണല്ലേ. അവര് പിന്നെ അന്ന് അത് നമ്മുടെ പൂരത്തോടെ ഒന്നിച്ച് അവര് നടത്തുന്ന ഒരു ഹാസ്യ പ്രകടനത്തിന് പേരുണ്ടല്ലോ, പൊറാട്ടിന്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. അതെ, അതങ്ങനെ പൊറാട്ടിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന അവര് ഹാസ്യാന്നല്ല. അത് ആ വിഷയമാകുമ്പോ പിന്നെ അതില് മറ്റുള്ള ഇതെല്ലാം വരുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാരും പൊറാട്ട നാടകം എന്ന് പറയുന്നത് അതുപോലെ അത് ആ ഒരു വിഷയത്തിലേക്കേ പോകുന്നില്ലോ. ആ ഒറ്റ ദിവസം ഭൈരവ സങ്കല്പം അല്ലെങ്കിൽ ഭൈരവ പൂജയാണ് നിങ്ങളുടെ മുഖ്യമായിട്ട് വരുന്നത്. അത് നിങ്ങൾ എല്ലാ സമൂഹവും അവരുടെ കുലദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആരാധ്യരായ ദൈവത്തെക്കുറിച്ചോ അവരുടെ പൂർവികന്മാര് പറഞ്ഞു കൊടുത്ത കഥയുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെ പൂജിക്കുന്നത്. അങ്ങനെ എന്തൊക്കെ ഒരു വിഷയമുണ്ടോ? ഇപ്പം നമ്മൾ ഈ കേളിപാത്ര സങ്കല്പം
ചെയ്യുന്നത് ഇപ്പോൾ കതിരിയിൽ ഭൈരവം പ്രത്യക്ഷപ്പെട്ടു എന്നൊരു സ്തോത്രമുണ്ട്. അത് നമ്മൾ സാധാരണ ചെല്ലുന്നതാണ്. അത് ഹരിഹരനാമം ജപിച്ചു കൂപ്പി സ്തുതിക്കുന്നേനറിഞ്ഞ വണ്ണം ഹരനുടെ സുതനായി അഷ്ടഭൈരവന്മാർ ഭൂമൗ നായാട്ടിനായെഴുന്നള്ളുമ്പോൾ ബ്രഹ്മനെ കണ്ടു പടപുരുതി ശൂലം കൊണ്ടു കുത്തി ശംഖുചക്രം കൊണ്ടെറിഞ്ഞു തലയറുത്തു മന്ത്രക്കോലിട്ട് കായിച്ചു പൂജിച്ചു വിധിപൂർവം ഖണ്ഡിച്ചു കപാലമാക്കി ശുദ്ധി ചെയ്തെടുത്തുടൻ വാമകരത്തിൽ ചേർത്ത് മറവോടു മഴുവും ശൂലം മണിയുമച്ചൂരക്കോലും വലങ്കരത്തിൽ കണ്ഠത്തോടാകെയെല്ലാം സഹസ്രമാം രുദ്രാക്ഷം പളുങ്കൊടു പച്ചയും ഇടയ്ക്കുയർത്തു ധരിച്ചു കണ്ഠത്തിങ്കൽ അരയിൽ ഹസ്തിചർമ്മം മുടിയതിൽ എടയും പാമ്പും കലമേതു കലർന്ന ചന്ദ്രക്കലയോട് പൂണൂലും തുടൂരിതിലകം ഭസ്മം അകവെയെല്ലാം അണിഞ്ഞു നന്നായി പിച്ചകം മുല്ല കൊന്നപ്പൂ ചെക്കി തുമ്പ തുളസിയോടൊപ്പമെല്ലാം ചെത്തു മുടി തന്നിൽ തൃക്കാൽക്ക് പൊഞ്ചിലമ്പും ധരിച്ചുടൻ ആകവെയെല്ലാം ജപിച്ചുടൻ മൂലമന്ത്രം കഴിച്ചുടൻ സ്വാഹ പൂജ നിനച്ചുടൻ ആദിഭൈരവൻ അവനിയിൽ 12 ഭിക്ഷയിട്ടുണ്ടകാലം അറിഞ്ഞു ദൈവം മായാ കതിരിയത്തരജൻ ഋഷിയോട് ഛന്ദസ്സിന്മേൽ ഷോഡശ ഉപചാരത്താൽ ഭൈരവ പൂജ തന്നെ ധ്യാനിച്ചു എൻ്റെ വേഷം ധരിച്ചു ഭിക്ഷയേറ്റു പൂജ ചെയ്തു വന്നു ചൊല്ലിനാനരജനോട് നിന്നുടെ തത്വമെല്ലാം എന്നോട് ഉപദേശിക്ക വരിക നീ വേദാന്ത വേദവാക്യം മൂലവും എൻ്റെ പൂജ ഒന്നൊഴിയാതെ വണ്ണം ഇന്നു ഞാൻ ഉപദേശിച്ചു ആരണരാദിയായ യോഗികൾ കുലത്തിന് കുലദൈവമെന്നു ധരിക്ക നീ ഇതുമൂലം ഋഷിയുടെ ഛന്ദസ്സിന്മേൽ ഭൈരവ പൂജ തന്നെ ധ്യാനിച്ച് എൻ്റെ വേഷം ധരിച്ച് ഭിക്ഷ ചെയ്യാൻ അനുജ്ഞ നൽകി പ്രമാണമായി അല്ലേ? എന്റെ വേഷം ധരിച്ച് നീ ഭിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്ന ആരാ പൂർവികന്മാർ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അനുഷ്ഠിക്കുന്നു അത്രയും. നേരത്തെ ഭാസ്കരൻ ഗുരുക്കൾ പറയുണ്ടായി 4 മഠമാണ് പ്രധാനമായിട്ടുള്ളത് യോഗിമാർക്ക്. ഇതിൽ 4 മഠക്കാർക്കും അവരവരുടെ കുടുംബക്ഷേത്രങ്ങളുണ്ട്. അതിന് മഠം എന്നാണ് അറിയപ്പെടുന്നത്. യോഗി മഠം, യോഗീശ്വര മഠം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ പൂജാരിക്ക് പ്രത്യേകിച്ച് ഏത് പേരിട്ട പൂജാരി വിളിക്കുക? ശരിക്ക് യോഗീശ്വര മഠാധിപതി എന്ന് പറയും പേര്. പിന്നീട് അതിൽ വേറൊരു വിഷയം നാഥ സമ്പ്രദായം. ഈ ശാക്തേയ വിഷയത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ എഴുതുന്നുണ്ട്. നാഥ, അത് മച്ചീന്ദ്രനാഥ്, മല്ലീന്ദ്രനാഥ് നാഥൻ. നാഥ എന്ന് പറഞ്ഞാൽ ഈ മഠാധിപതിയുടെ ആകാണ് നാഥൻ എന്നുള്ള ഒരാൾ വരുന്നുണ്ട്. പക്ഷെ പൊതുവെ ഇപ്പൊ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. എന്ന് കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ മറ്റുള്ള ആൾക്കാരെല്ലാം കൊണ്ടുപോയത് കൊണ്ട് പിന്നെ അപ്പൊ അതുകൊണ്ട് അതൊന്നും വേണ്ട. ഇപ്പൊ ഗുരുക്കൾ തന്നെ അധികമാകുന്നില്ല അഭിപ്രായക്കാരനായി. അത് ശരി. അപ്പോൾ ഏതായാലും ഈ ഒരു അനുഷ്ഠാന കലാരൂപം നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് ഈ അനുഷ്ഠാന കലാരൂപത്തിൻ്റെ അടിത്തട്ടിൽ കേളിപാത്രം എന്ന കേളിക്ക് പാത്രമായ പരമശിവന്റെ ഒരു കഥയാണല്ലോ. എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തത് എത്ര വലിയവനായാലും ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷ 12 കാലം ഭിക്ഷയാചിച്ച് നടക്കേണ്ടി വന്ന ആ പരമശിവ സങ്കല്പം നമ്മുടെ പുതിയ തലമുറയ്ക്ക് അതൊരു പാഠമായി മാറും. അങ്ങയുടെ ഈ ഇത്രയും നേരം ഞങ്ങളോടൊത്ത് ഇതിലൊക്കെ ഈ ചിന്തകൾ പങ്കുവെച്ചതിന് എല്ലാവിധത്തിലും നന്ദി പറയുന്നു. സുറുമക്കണ്ണിൽ തങ്കത്തിളക്കം, കരിവിളക്കയിൽ പൊൻവിളക്കിലുക്കും. രാജധാനി ഗോൾഡ്. മൊഞ്ചത്തിമാരുടെ മനസ്സിലിപ്പോൾ രാജധാനി മാത്രം. യഥാർത്ഥ 916 BIS ഹോൾമാർക്ക് സ്വർണം മാത്രം. ഗോൾഡ് പ്യൂരിറ്റി അനലൈസറുള്ള പെരുമ്പയിലെ ആദ്യത്തെ സ്ഥാപനവും. കനക സ്വപ്നങ്ങളിൽ തീർത്ത താജ്മഹൽ. രാജധാനി ഗോൾഡ്, പെരുമ്പ, പയ്യന്നൂർ. ഹലോ അരുൺ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? വീട് പണിയൊക്കെ എവിടം വരെയായി? ഇപ്പോൾ ഫ്ലോറിന്റെ പണി നടക്കുന്നു. ടൈൽസ് ഒക്കെ എവിടെ നിന്നാണ് എടുത്തത്? ടൈൽസിന്റെ നല്ല സെലക്ഷന് വേണ്ടി ഒരുപാട് കടകളിൽ അലഞ്ഞു. അപ്പോഴാണ് പയ്യന്നൂരിലെ കണ്ടോത്തുള്ള ടൈൽസ് സോണിനെ കുറിച്ച് അറിഞ്ഞത്. ആഹാ, ഞങ്ങളൊന്ന് അവിടെ സന്ദർശിച്ചു. തികച്ചും വിശ്വസിക്കാൻ പറ്റാത്തതായിരുന്നു അവിടുത്തെ അനുഭവം. ടൈൽസ് മാത്രമല്ല, എന്റെ വീട് പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ സാനിറ്ററി മുതൽ ഇലക്ട്രിക്കൽ സാധനങ്ങൾ വരെ വളരെ നല്ല സെലക്ഷനോടുകൂടി ടൈൽസ് സോണിൽ നിന്ന് ലഭിച്ചു. വിലയൊക്കെ എങ്ങനെയാ? അതാണ് ഭയങ്കര രസം. ഞാൻ അന്വേഷിച്ച എല്ലാ കടകളിലേക്കാളും വളരെ കുറവ്. ടൈൽസ് ഓൺ
ബിൽഡിംഗ് ബോണ്ട് ബിയോണ്ട് ബിസിനസ്. ലോകോത്തര നിലവാരമുള്ള കമ്പനികളുടെ ടൈൽസ്, സാനിറ്ററി, PVC ഫിറ്റിംഗ്സ്, പ്ലംബിംഗ്, പെയിന്റ് ആൻഡ് ഇലക്ട്രിക്കൽസ്. ടൈൽസ് ഓൺ PKC ടവർ, NH കണ്ടോത്ത്, പയ്യന്നൂർ.